അപ്പോൾ സിബ്ലൈൻ ഞാൻ ആടിക്കൊണ്ടിരിക്കുകയാണ്, അത് വിട്ടിട്ടുണ്ട്. ആ ചേട്ടന്മാർ മേടിച്ചിരിക്കാൻ തോന്നുന്നു. പിന്നെ അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടാവും. നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. എന്താ വെച്ചാൽ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ മാക്സിമം കയറാതെ നോക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ കിട്ടത്തില്ല, മൊത്തം മഞ്ഞായിരിക്കും കാണുന്നത്. അപ്പോൾ വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, കാരണം നമുക്ക് താഴെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിമനോഹരമായിട്ട് കാണുന്ന ആ സംഭവമാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിൽക്കുന്നത് വാഗമണിലാണ്. വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോയുടെ ഇൻട്രോ എടുക്കുന്നത് തന്നെ ഭയങ്കര മഞ്ഞ്, മുഖത്തൊക്കെ ഇട്ടൊക്കെ അടിച്ച് ചെവിയൊക്കെ അടഞ്ഞിരിക്കുക, ഒരു രക്ഷയില്ല. പിന്നെ ഇവിടുത്തെ വ്യൂ ആണെന്നുണ്ടെങ്കിൽ അതിന് രക്ഷയില്ല ഗൈസ്. അതുകൊണ്ട് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അതാണ് ഈ അഡ്വഞ്ചർ പാർക്കിനെ മെയിനായിട്ട് ആകർഷിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട്, അത് നമ്മൾ കാണുന്നതാണ്. പക്ഷേ ഫസ്റ്റായിട്ട് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നതാണ് ജയൻറ്റ് സ്വിങ് ഗൈസ്. നോക്കാം, അവിടെ ഞാൻ രണ്ട് ചേച്ചിമാർ അവിടെ നിന്ന് ഊഞ്ഞാലാടുന്നത് കണ്ട് പേടിച്ചു പോയി ഗൈസ്. നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാം. അപ്പോൾ ഗൈസ് ആണ് ജയൻറ്റ് സ്വിങ്ങിലോട്ട് ഇറങ്ങി പോകുന്ന പാലമാണ് കാണുന്നത്. നമുക്ക് ഇതുവഴി താഴോട്ട് നമുക്ക് പോയി നോക്കാം. അപ്പോൾ സിബ്ലൈൻ ഞാൻ ആടിക്കൊണ്ടിരിക്കുകയാണ്, അത് വിട്ടിട്ടുണ്ട്. ആ ചേട്ടന്മാർ മേടിച്ചിരിക്കാൻ തോന്നുന്നു. പിന്നെ ആദ്യം വിട്ടപ്പോൾ എന്നെ നെഞ്ചിടിച്ചു കാരണം അയ്യോ അത് എന്നോട് പോകുമെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അത്രയ്ക്കും അഡ്വഞ്ചറൈസിട്ടുള്ള സംഭവങ്ങളാണ്. അഡ്വഞ്ചർ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇത് കാണുന്നത്. ഭയങ്കര കോടയായിരുന്നു, മഴ പെയ്തു. ഞാൻ നനഞ്ഞോണ്ടാണ് പറയുന്നത്. അയ്യോ ദാണ്ട് അവിടെ ആ കാണുന്ന സംഭവം എന്താണെന്ന് അറിയോ, അത് അപ്പുറത്തെ ടവറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു. അപ്പോൾ ഗൈസ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കണ്ട ജയൻറ്റ് സ്വിങ്ങിൻ്റെ അടുത്തായിട്ടിരിക്കുന്ന ഒരു കുഞ്ഞു ടവറില്ലേ, അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റേ സൈക്കിള് ആകാശത്തോട് ഓടിക്കാൻ വേണ്ടി പറ്റും ഗൈസ്. നമ്മളെ സിബ്ലൈൻ്റെ സെയിം പ്രോസസ്സ് തന്നെയാണ്, പക്ഷേ അത് നമ്മൾ സൈക്കിളിലാണ് പോകുന്നത് ഉള്ളൂ. അതെടുത്ത് അതുവഴി പോയ സിബ്ലൈൻ പോലെ കണക്ട് ചെയ്ത ആ വയറിലൂടെ നമ്മുടെ ആ വലിയ ടവറിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. അതാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. അയ്യോ ഗൈസ് മഴ കൂടുന്നു, നമുക്ക് ഓടിക്കാം. അയ്യോ മഴ കൂടുന്നു, പിന്നെ ഭയങ്കര കോടയുണ്ട്. നല്ല ഭംഗിയായിരിക്കുമല്ലേ മഴ കൂടാൻ, പക്ഷേ പനി പിടിച്ചാൽ അറിയത്തില്ല. നല്ല മഴ. അപ്പോൾ ഗൈസ് നമ്മൾ മഴയൊക്കെ ഒന്ന് ഇച്ചിരി തോന്നപ്പോഴേക്കും ഞങ്ങൾ അടുത്ത പരിപാടിയിലോട്ട് പോയേക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടവറാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ടവറിന് ഏകദേശം 4-5 നിലയൊക്കെ ഉണ്ടാവും. നമുക്ക് എല്ലാ നിലയും പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം ഗൈസ്, വരൂ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് മഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയമായിരിക്കും, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും റിയാലിറ്റി കണ്ടു നോക്കാം. കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉള്ളത്, പക്ഷേ കോടയും മഴയും എല്ലാം കൂടെ നിറഞ്ഞ് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനേ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ടവറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കാണുന്നത് നമുക്ക് ചെറുതായിട്ട് വേണമെങ്കിൽ എനിക്ക് കാണാൻ പറ്റും, ക്യാമറയ്ക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആ ചെറുതായിട്ട് നമ്മുടെ സൈക്കിളിൽ നിന്നോട്ട് വരുന്ന സ്ഥലം കാണാൻ പറ്റും. പക്ഷേ ഇതാണ് സർപ്രൈസ് ഗൈസ്, ആ സൈക്കിളിൽ നിന്ന് വരുന്ന വന്ന് ലാൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തൊട്ട് മുമ്പിലായിട്ടുള്ള ഇതാണ്ട് ഈ സ്ഥലത്താണ്. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുറേ സ്റ്റെപ്പുണ്ട്, കുറേ കയറിയാലും നമുക്ക് മുകളിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നില എത്തി. അപ്പോൾ ദാണ്ട് ഇതിൻ്റെ ഇടയ്ക്കകത്താണ് നമ്മുടെ സൈക്കിളിൻ്റെ സംഭവം. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ
രണ്ടല്ലാത്ത സൈക്കിളും പിന്നെ സ്പെഷ്യലായിട്ട് 2 പേർക്ക് ഒരുമിച്ച് പോയിരിക്കാൻ വേണ്ടി പറ്റുന്ന സൈക്കിളാണ്. അപ്പോൾ 2 പേർക്ക് പോകുന്നത് വെച്ചാൽ എല്ലാ സൈക്കിൾക്കും 2 പേർക്ക് പോകാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട്, പക്ഷേ 2 പേർക്ക് ചവിട്ടി പോകാൻ പറ്റുന്ന ടൈപ്പുള്ള സൈക്കിളാണ് കണ്ട് ഈ കാണുന്നത്. നമുക്ക് ഇത് വെച്ചിട്ടും പോകാം, ഇങ്ങനത്തെ സൈക്കിൾ വെച്ചിട്ട് പോകാം, നമുക്ക് ഇങ്ങനത്തെ സൈക്കിൾ വെച്ചിട്ട് വേണമെങ്കിലും പോകാം. കണ്ട് നോക്കുകയാണെങ്കിൽ കണ്ട അങ്ങോട്ടാണ് നമ്മൾ ഈ സൈക്കിൾ ചവിട്ടി പോകാൻ വേണ്ടി പോകുന്നത്. താഴെയൊക്കെ പുസ്തകമൊക്കെയാണ് അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടാവും. നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് പോയി എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. മൊത്തം മഞ്ഞായതുകൊണ്ട് വേറൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഗൈസ്. സെക്കൻഡ് ഫ്ലോറിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര തിരക്കായിരുന്നു. കുറേ ആൾക്കാർ താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ മഞ്ഞായതുകൊണ്ട് നല്ല വ്യൂ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊക്കയുടെയൊക്കെ വ്യൂ അടിപൊളിയായിരിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഇച്ചിരി മുകളിൽ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴുള്ള വ്യൂ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിലത്തെ വ്യൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ നമുക്കിനി അടുത്ത ഫ്ലോറിലോട്ട് പോകാം ഗൈസ്. തണ്ട് ഫ്രിഡ്ജിലൊന്നും കാണുന്നില്ല. നോക്കി ഒരു സംഭവം പോലും കാണുന്നില്ല, ഒരു ലൈറ്റ് പോലും നമുക്ക് കാണുന്നില്ല, അത്രയ്ക്കും കോടമഞ്ഞാണ്. അപ്പോൾ ഗൈസ് എൻ്റെ പുറകെ കാണുന്നതാണ് നമ്മൾ കയറാൻ വേണ്ടി ആലോചിച്ചിരുന്ന ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് ഇപ്പം കയറിയിട്ട് കാര്യമില്ല, കാരണം ഭയങ്കര കോടയും മഞ്ഞും ഒക്കെ അല്ലേ. അപ്പോൾ താഴോട്ട് പോകുമ്പോൾ മഞ്ഞ് മാത്രമല്ല കാണാൻ പറ്റില്ല, ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു ഫ്രെയിം നമുക്ക് കാണാനേ പറ്റത്തില്ല. അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയം എന്താ വെച്ചാൽ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ മാക്സിമം കയറാതെ നോക്കിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫീല് കിട്ടത്തില്ല, മൊത്തം മഞ്ഞായിരിക്കും കാണുന്നത്. അപ്പോൾ വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും, കാരണം നമുക്ക് താഴെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതിമനോഹരമായിട്ട് കാണുന്ന ആ സംഭവമാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെ ഒരാൾ ക്ലീനൊക്കെ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. എന്തിനാ ക്ലീൻ ചെയ്യുന്നതെന്ന് പറയാം, അത് സേഫ്റ്റിയുടെ ഭാഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ തെന്നും, ഒന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ കൂട്ടൊന്നുമല്ല, വെയിലൊക്കെ അത്യാവശ്യം വന്നു തുടങ്ങി, നമുക്ക് എല്ലാ കാര്യങ്ങളും ഇച്ചിരി വ്യക്തമായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് താഴോട്ട് പോകുകയെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ലപോലെ കാണുന്നുണ്ട്. ആ മലയുടെ അടുത്തുള്ള വീഡിയോകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സ്ക്രീനറിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഗൈസ് അതുകൊണ്ട് ഇവിടെ മലകളൊക്കെ കാണുമ്പോൾ മഞ്ഞ് നമ്മളിങ്ങനെ വരയ്ക്കുന്ന പോലെയാണ് നമുക്ക് ശരിക്കും. നമ്മളിങ്ങനെ പെയിൻറ് ചെയ്യത്തില്ല, ഇങ്ങനെ വരയ്ക്കത്തില്ലേ മല, അതേപോലെയാണ് ഗൈസ് കാണുന്നത്. നമുക്കിനി അടുത്ത നിലയിലോട്ട് പോകാം. കമൺ. അപ്പോൾ ഗൈസ് തൻ്റെ അടുത്ത നിലയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു കുഞ്ഞു സ്ഥലം എടുത്തുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആണ്ടേ അയ്യോ ഇച്ചിരിയും കൂടെ പൊക്കം കൂടി ഗൈസാണ്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിലയും കൂടെ കഴിഞ്ഞാൽ ഒരു നിലയും കൂടെ ഉള്ളു ഗൈസ്. ആ ഒരു നില ആണ് ടോപ്പ്, ഇത് സെക്കൻഡ് ലാസ്റ്റ് നിലയാണ്. അപ്പോൾ അയ്യോ കുഞ്ഞി ഇവിടെ നോക്കുമ്പോൾ എല്ലാം അയ്യോ കാല് വരയ്ക്കുന്നു ഗൈസ്. അയ്യോ എന്തൊരു ഭംഗിയാ നോക്കി, അതൊക്കെ നോക്കൂ ഗൈസ്, അത് മൊട്ടക്കുന്നിൻ്റെ ഭാഗമാണ്. അയ്യോ നല്ല രസമുണ്ടല്ലേ കാണാൻ. അവിടെ ഒരു പാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഒരു ഹാർട്ടൊക്കെ വെച്ച് കുറച്ച് ഊഞ്ഞാലുകളൊക്കെ ഉണ്ട്. അത് നമ്മളെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഗൈസ് നമ്മളെ തൊട്ട് താഴെ കാണുന്നതാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് കുറേ ആൾക്കാർ നമ്മുടെ ടവറിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ബുക്കിംഗ് ഓഫീസാണ്. അവിടെ നിന്നാണ് നമ്മുടെ സിബ് ലൈനും ജയൻ്റ് സിങ്ങിൻ്റെയും ഒക്കെ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഒരു പന്തൽ പോലത്തെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് താഴെ ഇറങ്ങിയിട്ട് അതും കൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അയ്യോ ഗൈസ് അതൊന്ന് നോക്കൂ, കോടമഞ്ഞാണ്, ഇതൊന്നും കാണുന്നില്ല, മുകളിലോട്ടൊന്നും കാണുന്നില്ല.
അയ്യോ അമ്മേ, ഓ എന്തൊരു വ്യൂ ആണ് നോക്കിയേ ഗൈസ്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് ഇച്ചിരിയും കൂടെ പൊക്കത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടോ. ഇപ്പോൾ ഒരാളാണ് അവിടെ നടക്കുന്നത്. നമുക്ക് അടുത്തോട്ട് പോയി നോക്കാം. ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ ടവറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഒരു പാത്തുണ്ട്. അതുവഴിയാണെന്ന് തോന്നുന്നു നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് നമ്മൾ പോകുന്നത്.